വിശ്വസംവാദ കേന്ദ്രത്തിൻ്റെ ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പമുള്ളത് നമുക്കേവർക്കും സുപരിചിതനായൊരു വ്യക്തിയാണ്. സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകന്മാരിൽ ഒരാളായ ശ്രീ ജെ നന്ദകുമാർ. നന്ദേട്ടൻ പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ സംയോജകൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. അഖില ഭാരതീയ കാര്യകാരി അംഗമാണ്. മുൻപ് അഖില ഭാരതീയ സഹപ്രചാർ പ്രമുഖ എന്ന ചുമതലയിലും പ്രവർത്തിച്ചിരുന്നു. ദക്ഷിണ ക്ഷേത്രത്തിൻ്റെ ബൗദ്ധശിക്ഷണ പ്രമുഖായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ സഹപ്രാന്ത പ്രചാരക്, പ്രാന്ത ബൗദ്ധശിക്ഷണ പ്രമുഖ എന്ന ചുമതലയിലും കേസരി പത്രാധിപർ എന്ന നിലയിൽ 10 വർഷവും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിലേക്ക് നന്ദേട്ടാ സ്വാഗതം. നമസ്കാരം. നമ്മളിതുവരെ വിശ്വസംവാദ കേന്ദ്രം നടത്തിയ ചില ചർച്ചകളും സംഘത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് പല കാര്യക്രമങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ഇതുവരെ ചെയ്തത് നമ്മുടെ സംഘത്തിൻ്റെ മുൻകാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. മുൻപ് സംഘത്തിൻ്റെയും മുഴുവൻ ഭാരതത്തിൻ്റെയും ചില കാര്യങ്ങളെക്കുറിച്ച്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം സമകാലികമായിട്ടുള്ള ഭാരതത്തിൻ്റെയും സംഘത്തിൻ്റെയും ചില കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് 100 വർഷത്തെ പ്രവർത്തനം കൊണ്ട് മുഴുവൻ ഭാരതത്തിലും ഒരു ദേശീയ ബോധം, ഒരു സത്ത എന്നുള്ളതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ നോക്കിയാൽ നമ്മുടെ വൈചാരിക രംഗത്ത് ഒരു പാശ്ചാത്യ നാടുകളിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധിനിവേശ ഒരു ബോധത്തെ എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും അതങ്ങനെ നിലനിൽക്കുവാനായിട്ട് വൈചാരിക രംഗത്ത് നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം? നല്ലൊരു സംരംഭമാണ് വിശ്വസംവാദ കേന്ദ്രം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹാർദമായ അഭിനന്ദനങ്ങൾ ആദ്യമേ രേഖപ്പെടുത്താം. സമകാലീന ഭാരതം സംഘവിചാരത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്വാധീനം കൂടി വെളിപ്പെടുത്തുന്ന ഒന്നാണ്. അതിലാർക്കും തർക്കം ഉണ്ടാവാൻ ഇടയില്ല. തീർച്ചയായിട്ടും ആ സ്വാധീനത്തിൽ വൈചാരിക അംശം കൂടിയുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് സംഘവിചാരത്തിന് യാതൊരു സ്വാധീനമില്ല, അവിടെ നമ്മൾ പുറകിലാണ് എന്ന് കരുതുന്നത് നമ്മുടെ പ്രതീക്ഷകൾ വളരെ കൂടുതലുള്ളത് കൊണ്ടാണ്. ഒരു എതിരഭിപ്രായവും കേൾക്കാനുള്ള ഒരു മനസാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടുള്ള പ്രതികരണമാണ് സംഘവിചാരത്തിന് ഭാരതത്തിൻ്റെ വൈചാരിക മണ്ഡലങ്ങളിൽ യാതൊരു സ്വാധീനവുമില്ല എന്നുള്ള ആ പറച്ചിൽ ശരിയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പരിപൂർണമായ ഒരു സ്വാധീനം ഇനിയും കിട്ടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ആ കാര്യത്തിൽ തർക്കമില്ല. അതിനൊരു പ്രധാനമായ കാരണം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഭരണത്തിലേക്ക് വന്ന ഒരു സംവിധാനം, അതിൽ ചില വ്യക്തികളായാലും പ്രസ്ഥാനമായാലും ഒക്കെ ഈ ഹിന്ദുത്വ ആശയത്തെയോ ദേശീയ ആശയത്തെയോ അംഗീകരിക്കുന്നവരായിരുന്നില്ല. ആദ്യ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമോ കുപ്രസിദ്ധവുമായ ഒരു പ്രഖ്യാപനം തന്നെ ഞാനാണ് ഭാരതം ഭരിക്കുന്ന അവസാനത്തെ ഇംഗ്ലീഷുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണ്. അതേപോലെ എൻ്റെ സംസ്കാരം കൊണ്ട്, എൻ്റെ ജീവിത വീക്ഷണം കൊണ്ട് ഞാൻ മുസ്ലിമാണെന്നും, ഞാൻ എൻ്റെ പുരോഗമന ചിന്ത കൊണ്ടും എൻ്റെ അവബോധം കൊണ്ടും ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നും യാദൃച്ഛികമായി അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ആക്സിഡൻ്റലി ബോൺ ആസ് ഹിന്ദു എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അത് ഭാരതത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു വലിയ ദേശീയ മുന്നേറ്റത്തെ എങ്ങനെയാണ് ഈ ചരിത്രത്തിൽ തടയപ്പെട്ടതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അത്. അതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടം, വിശേഷിച്ച് 30കൾ വരെയൊക്കെയുള്ള ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എടുത്താൽ പോലും നമുക്ക് കൃത്യമായി കാണാൻ പറ്റും ഹിന്ദുത്വത്തിൻ്റെയും ദേശീയതയുടെയും വലിയ മുന്നേറ്റം വൈചാരിക തലത്തിലും ഒക്കെ. അത് വേണമെങ്കിൽ ഹിന്ദുമേള മുതൽ 1867 ആരംഭിച്ച ഹിന്ദുമേള മുതൽ രാജനാരായൺ ബോസും നബ്ഗോപാൽ മിത്രയും ഒക്കെ ചേർന്ന് കൽക്കട്ടയിൽ തുടങ്ങിയ ഹിന്ദുമേള വെറൊരു മേളയല്ല, ഒരു വലിയ സംഘടനയായിരുന്നു, ഒരു വലിയ മുന്നേറ്റമായിരുന്നു, ഒരു വൈചാരിക മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തുടക്കമായിരുന്നു. അതിൽ നിന്നാണ് സത്യത്തിൽ ടാഗോർ ഫാമിലിയിൽപ്പെട്ട രവീന്ദ്രനാഥ് ടാഗോർ ഉൾപ്പെടെയുള്ള ആളുകൾ ദേശീയബോധത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. അതിൽ നിന്നാണ് ദത്ത ഫാമിലി എന്ന് വെച്ചാൽ സ്വാമി വിവേകാനന്ദൻ്റെ കുടുംബം, ഇവരൊക്കെയും ദേശീയതയിലേക്ക് വരികയും പിന്നീട് ഭാരതത്തിൽ വിപ്ലവകാരികളുടെ നേതൃത്വത്തിലേക്ക് വന്ന ആളുകളൊക്കെ ഈ ദേശീയതയെക്കുറിച്ചുള്ള ശരിയായ സ്വത്വബോധത്തെക്കുറിച്ചുള്ള ശരിയായ
ഒരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടത്. അതിനുശേഷം ഭാരതത്തിൽ നടന്ന ഒട്ടേറെ മാറ്റങ്ങൾ പരിശോധിച്ചാൽ ഞാൻ ഈ പറഞ്ഞ 30-കൾ വരെ ആ ട്രെൻഡ് നിലനിന്നു. ഇപ്പോൾ ദക്ഷിണ ഭാഗത്ത് നിന്ന് ആരംഭിച്ച ട്രിപ്ലിക്കെയിൻ 5 എന്ന് പറയുന്ന ബുദ്ധിജീവികളുടെ നേതൃത്വത്തിൽ, സുബ്രഹ്മണ്യ അയ്യരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ദ ഹിന്ദു എന്ന് പറഞ്ഞ പത്രം, ഹിന്ദു എന്നാണ് പേരിട്ടിരുന്നത്. 902 ആയപ്പോഴേക്കും ആരംഭം കുറിക്കപ്പെട്ട അല്ലെങ്കിൽ എഴുതപ്പെട്ട നമ്മുടെ രസതന്ത്രത്തിൻ്റെ ചരിത്രം ഹിന്ദു കെമിസ്ട്രി എന്നാണ് പേരിട്ടത്. പിന്നെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചരിത്രം ഹിന്ദു പൊളിറ്റി എന്നാണ് അതിന് പേരിട്ടിരുന്നത്. ഇതേപോലെ തന്നെ ബിനോയ് കുമാർ സർക്കാർ വളരെ പ്രസിദ്ധനായ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്നു, സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം എഴുതിയ ഹിന്ദു സോഷ്യോളജി, ഹിന്ദു വ്യൂ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ്, ഈ കാലഘട്ടം അത്രയും നമ്മൾ പരിശോധിച്ചാൽ അതിനെ തുടർന്നാണ് ഹിന്ദു മാത്തമാറ്റിക്സ്, ഹിന്ദു സർജിക്കൽ ഇൻസ്ട്രുമെന്റ്, എല്ലാത്തിനും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ഹിന്ദു എന്ന് തന്നെയാണ്. അന്നത്തെ കാലത്ത് ഹിന്ദു എന്ന് പറയുന്ന വേർഡ് ഒരു അപകടം ഉണ്ടായിരുന്നു. അത് ദേശീയതയാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തിന്, വന്ദേമാതര പ്രക്ഷോഭത്തിന് ഒക്കെ വന്ദേമാതരം എന്തുകൊണ്ടാണ് ദേശീയ ഗാനമായി അന്ന് അംഗീകരിക്കപ്പെട്ടത്? നമ്മുടെ ദേശീയ മോചന പോരാട്ടത്തിൻ്റെ മന്ത്രമായി അംഗീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? സത്യമാണ്. അതിനകത്ത് ആഴത്തിലിറങ്ങി പരിശോധിച്ചാൽ അതൊരു ഹൈന്ദവ ബിംബങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ ബിംബങ്ങൾ ഒരിക്കലും കേവലമായ ആരാധനാപരമല്ല, അത് ദേശീയ ബോധവുമായിട്ടൂടെ ബന്ധപ്പെട്ടതാണ്. ത്വംഹി ദുർഗ ദശപ്രഹരണധാരിണി എന്ന് പറയുമ്പോൾ ആ ദുർഗ ഈ ഭാരതമെന്ന നമ്മുടെ പെറ്റമ്മ, ആ അമ്മയുടെ ഒരു രൂപമായിട്ടാണ് കണ്ടത്. വിദ്യയായിട്ട് കണ്ടു, ലക്ഷ്മിയായിട്ട് കണ്ടു. ഇത് ത്രിശക്തി രൂപിണിയായ ഭാരതത്തിൻ്റെ 3 രൂപമാണ് ഇതിൽ 3 എന്ന് സങ്കല്പിക്കുകയാണ് ബങ്കിം ചെയ്തത്, ഋഷിയായിട്ടുള്ള ബങ്കിം ചെയ്തത്. അന്ന് ഒരു അപകടം ഉണ്ടായിരുന്നില്ല ദേശീയ പ്രസ്ഥാനത്തിന് അത് നെഞ്ചേറ്റാൻ. പക്ഷേ 30-കൾക്ക് ശേഷം എപ്പോഴാണോ 47 ഓഗസ്റ്റ് 15 അധികാരത്തിൽ വന്നവർ അവരുടെ ശക്തമായ രംഗപ്രവേശം പൊളിറ്റിക്സിലേക്ക്, കോൺഗ്രസിലെ പിടിച്ചെടുക്കുന്നതിൽ, കോൺഗ്രസിൻ്റെ വഴിമാറ്റുന്നതിൽ ഒരു പുതിയ ആഖ്യാനം ചമയ്ക്കുകയാണ് അവർ ചെയ്തത്. ഹിന്ദു എന്നതൊരു മതം മാത്രമാണ്, ഇസ്ലാം പോലെ ക്രിസ്ത്യാനി പോലെ ഒരു മതം മാത്രമാണെന്നുള്ള ഒരു ആഖ്യാനം അവർ ചമയ്ക്കുകയും നേരത്തെ സൂചിപ്പിച്ച തുടർച്ചയായി നടന്നു പോകുന്ന ഹൈന്ദവ നവോത്ഥാനമെന്നോ ഭാരത നവോത്ഥാനമെന്നോ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഒരു തരത്തിൽ വശങ്ങളിലേക്ക്, ഓരങ്ങളിലേക്ക് ചവിട്ടി ഒതുക്കി സെക്യുലറിസത്തിന്, ആ കാലത്ത് തന്നെ സെക്യുലറിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ദേശീയതയ്ക്കോ വിപ്ലവ പ്രസ്ഥാനത്തിനോ ഇപ്പോൾ പഴയതുപോലുള്ള മാർക്കറ്റ് ഇല്ല എന്ന് പറയാൻ പോലും ഉള്ള ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താ അതിന് വിശദീകരിക്കേണ്ടത് വളരെ കടുത്തു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ആ വിശേഷണ പദം ഉപയോഗിക്കുന്നില്ല. നെഹ്റു പറഞ്ഞതാണ് 1937 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം പരിശോധിച്ചാൽ നമുക്ക് കാണാം ഈ കാര്യം പച്ചയായിട്ട് പറഞ്ഞുകൊണ്ടാത്തും. സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പേ തുടങ്ങിയിരുന്നു, അതിനു മുമ്പ് തന്നെ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായി ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ച വീണ്ടും സ്വത്വത്തിലേക്ക് ഭാരതത്തിലെ ജനങ്ങളെ ഉറപ്പിക്കാൻ, ആ പാതയിൽ ഉറപ്പിക്കാൻ പറഞ്ഞ PC റോയിയോ യതീഷ് ചന്ദ്ര ബോസോ അല്ലെങ്കിൽ KP ജയ്സ്വാളോ ബിനോയ് കുമാർ സർക്കാരോ ബങ്കിംചന്ദ്ര ചാറ്റർജിയോ സ്വാമി വിവേകാനന്ദനോ മഹർഷി അരവിന്ദനോ ഒക്കെ ചെയ്ത ആ പ്രവർത്തനത്തിൻ്റെ പാതയെ തന്നെ തിരിച്ചുവിട്ടു. ദൗർഭാഗ്യം കൊണ്ട്, നമ്മുടെ ദൗർഭാഗ്യം കൊണ്ട് ആ തിരിച്ചുവിടാൻ നേതൃത്വം കൊടുത്ത, ഞാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ദൗർഭാഗ്യം കൊണ്ട് ഹിന്ദുവായി പിറന്നേ ഉള്ളൂ, കഴുതയെന്ന് വിളിച്ചാലും ഹിന്ദു എന്ന് വിളിക്കരുതേ എന്നു പറഞ്ഞ ആശയഗതിക്കാരുടെ കയ്യിലേക്ക് ഭരണമെത്തി. സ്വാഭാവികമായിട്ടും അവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന സോഷ്യലിസം, കമ്മ്യൂണിസം, ഈ പാശ്ചാത്യമായ മതേതര സങ്കല്പം. ഈ മതേതരത്വം എന്ന് പറയുന്നത് തന്നെ ശുദ്ധമേ ക്രൈസ്തവമായ ഒരു അബ്രഹാമിക് കൺസെപ്റ്റാണത്. അല്ലെങ്കിൽ ക്രൈസ്തവമായ, മധ്യകാലത്ത് ഈ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഉള്ളിലുണ്ടായ കൊയ്മ തർക്കാണത്. പോപ്പാണോ കേമൻ, രാജാവാണോ കേമൻ എന്നുള്ള തർക്കമാണ്. അതിനാണ് സെക്കുലറിസം എന്നുള്ളൊരു പദം ഉപയോഗിച്ചുകൊണ്ട് പോപ്പ് മതകാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, രാജ്യകാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം, അതാണ് സെക്കുലറിസം. അപ്പോൾ ആദ്യവും അവസാനവും ക്രൈസ്തവമായ ഒരു സങ്കല്പത്തെ ഭാരതത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അന്നു മുതലേ ആരംഭിച്ചു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പരിശ്രമം ഉണ്ടായി സെക്കുലറിസം അന്ന് തന്നെ പ്രിയാമ്പിളിൽ എത്തിക്കാൻ. പക്ഷെ അപ്പോഴും അവശേഷിച്ചിരുന്ന ഒരു ദേശീയ ബോധമുള്ള ആളുകളുടെ ശക്തി കൊണ്ട് അതിനെ തടയുകയാണ് ചെയ്തത്. ബാബാ സാഹേബ് അംബേദ്കർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, മുൻഷി തുടങ്ങിയിട്ടുള്ള മുൻഷിയെപ്പോലുള്ള ആൾക്കാരൊക്കെ ശക്തമായ എതിർത്തുണ്ട്. ഭാരതം
സർവധർമ്മ സമഭാവനയുടെ ഭൂമിയാണ്. അവിടെ പ്രത്യേകമായി ഇത്തരം ഒരു പ്രത്യയശാസ്ത്രവുമായി ബന്ധമുള്ള സോഷ്യലിസത്തെ ശക്തമായി എതിർത്തുകൊണ്ട് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞത് അതൊരു പ്രത്യയശാസ്ത്രമാണ്, ഒരു ഐഡിയോളജിയാണ്. ഇത് വരുംകാല തലമുറയുടെ മേലെ അടിച്ചേൽപ്പിക്കാനല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. നാളെ എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം വരുന്ന തലമുറയ്ക്ക് കൊടുക്കൂ. നമ്മളിപ്പോഴേ ഇതാണ് പറഞ്ഞത്. ആ ബോധ്യം ഉണ്ടായിരുന്നു എന്ന്. അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരക്കാരുടെ കയ്യിലേക്ക്, ഇപ്പോൾ നെഹ്റുവിനെ പോലെയൊക്കെയുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് ഭരണം അമർന്നു കഴിഞ്ഞപ്പോൾ അവർ വൈചാരിക മേഖലയെ മുഴുവൻ ഔട്ട്സോഴ്സ് ചെയ്തു. കോൺഗ്രസിന് ഒറ്റയ്ക്ക് താങ്ങാവുന്നത്ര ഭാരമല്ല ഭാരതം പോലുള്ള രാഷ്ട്രത്തിൻ്റെ വൈചാരിക രംഗത്തെ ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത്. അതിലും പ്രത്യേകിച്ച് ആദ്യം തന്നെ സ്വയം താനല്ലാതായി മാറിക്കഴിഞ്ഞ പ്രധാനമന്ത്രി എന്താണോ എന്തായിരിക്കണോ താൻ, അല്ലെങ്കിൽ ആ സിസ്റ്റം തന്നെ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് മറ്റൊന്ന് ചമയ്ക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചത് സ്വയം ആ ഭാരം താങ്ങാനുള്ള കരുത്തില്ല ഇവർക്ക്. അതുകൊണ്ട് ഈ ചുമതല മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാരായ ബുദ്ധിജീവികളെ ഏൽപ്പിച്ചു. യൂണിവേഴ്സിറ്റികളുടെ ഭരണം പിന്നീട് കാലത്ത് നമുക്കറിയാം 70ഓട് കൂടിയിട്ട് നമ്മുടെ വൈചാരിക സാംസ്കാരിക സ്ഥാപനങ്ങളെല്ലാം ആരംഭിക്കുന്നു. ആ ആരംഭിക്കുന്ന സമയത്ത് നൂറുൽ ഹസനെ പോലുള്ള ആളെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ട് ആദ്യത്തെ പ്രധാനമന്ത്രി തന്നെ ദേശവിരുദ്ധനായിരുന്നു എന്നാണ് നമ്മൾ വായിക്കാൻ. ദേശവിരുദ്ധൻ ഈ ദേശീയ മനോഭാവം ഇല്ലാത്ത, ഞാൻ വിരുദ്ധൻ എന്നൊക്കെയുള്ള കടുത്ത പദം ഇതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലം എത്തിയപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം കോൺഗ്രസിൽ വലിയൊരു പിളർച്ച ഉണ്ടായി. ആ പിളർപ്പിൽ ഇന്ദിരാഗാന്ധിയോടൊപ്പം ആളുകൾ കുറെ ഉണ്ടായിരുന്നെങ്കിലും തലയ്ക്ക് വെളിവുള്ള ആൾക്കാരുടെ എണ്ണം കുറവുണ്ടായിരുന്നു അന്ന്. അത് മുഴുവൻ അന്നത്തെ കാലത്ത് മറ്റൊരു ചരിത്ര സംഭവം കൂടി അരങ്ങേറുന്നുണ്ടായിരുന്നു. ചൈന യുദ്ധകാലത്ത് ഭാരത വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സാമൂഹ്യ ബഹിഷ്കാരം, രാഷ്ട്രീയ ബഹിഷ്കരണം ഇവിടുത്തെ ദേശീയവാദികൾ നടത്തിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. കാരണം വൻ ചതിയാണ് ചൈനയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കുക മൂലം ചെയ്തത്. ഈ സമയത്തൊരു ചേക്കേറാനൊരിടമില്ലാതെ മോഹൻ കുമാരമംഗലത്തെ പോലുള്ള ആൾക്കാർ, നൂറുൽ ഹസനെ പോലുള്ള ആൾക്കാർ കാത്തു നിൽക്കരുന്നു ചേക്കേറാൻ. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ ഉള്ളിലെ വിഭജനം നടക്കുന്നത്. സംഘടനാ കോൺഗ്രസ് എന്നും സിൻഡിക്കേറ്റ് കോൺഗ്രസ് എന്നും ഇന്ദിരാ കോൺഗ്രസ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് പിളർന്നു. ഞാൻ പറഞ്ഞ ഒരു പോരായ്മ കോൺഗ്രസ് ഇന്ദിരാ പക്ഷത്തിനുണ്ടായിരുന്നു. അത് നികത്താൻ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളെ തന്നെയാണ്. എങ്ങനെയാണോ അച്ഛൻ ആദ്യ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെയും ചിന്താഗതിക്കാരെയും ഇവിടുത്തെ ബൗദ്ധിക മേഖലയെ ചിട്ടപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചത്, അത് കൂടുതൽ ശക്തമായി ആവർത്തിക്കണം. അതുകൊണ്ടാണ് 70കളിൽ ICSSR, ICHR, ICPR, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഫിലോസഫിക്കൽ റിസർച്ച്, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക് റിസർച്ച്, ഇന്ത്യൻ കൗൺസിൽ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച്, ഇങ്ങനെയൊക്കെയുള്ള ഭാരതത്തിലെ ഏറ്റവും പ്രബലമായ കോടാനുകോടി രൂപ സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തി നടത്തുന്ന വൈചാരിക പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രാരംഭം ആ കാലഘട്ടത്തിലാണ്. അതിൻ്റെയൊക്കെ തലപ്പത്ത് ഒന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, പിന്നെ കൊണ്ടുവന്നിരുത്തിയ ആളുകളൊക്കെ ഇത്തരം കാഴ്ചപ്പാടുള്ളവരായിരുന്നു. അവരന്നേ തന്നെ അവർക്ക് വൈദഗ്ധ്യം ഉണ്ടായിരുന്ന പ്രൊപ്പഗൻഡ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ വൈദഗ്ധ്യമുള്ള മേഖലയാണ്. അതെങ്ങനെ നടത്തണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അത് അന്നു മുതൽ നടത്തിപ്പോരുകയും അങ്ങനെ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ ഒരു തരത്തിലൊരു വികലമായ ഗുരുകുല സമ്പ്രദായത്തിൽ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ കീഴിൽ അവർ റിസർച്ചിന് എടുക്കുന്ന ആൾക്കാർ കേരളം പോലെ, ബംഗാൾ പോലെ, പഞ്ചാബ് പോലെ അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് ചെറുപ്പക്കാരെ, ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ കുട്ടികളെ അവിടെ കൊണ്ടുപോയി പോറ്റി വളർത്തി. അതൊരു തലമുറയായി കൈമാറി. നമ്മൾ കേൾക്കുന്ന ഒരു മുദ്രാവാക്യത്തിലെ പോലെ അങ്ങനെ ഒരു വലിയ സേനയെ അവർ പടുത്തുയർത്തി. അവർ സ്വാഭാവികമായിട്ടും IAS, ഇന്ത്യൻ സിവിൽ സർവീസിലേക്കും പത്രപ്രവർത്തന മേഖലയിലേക്കും വൈചാരിക തലപ്പത്ത് അംഗീകാരം കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ചിന്ത ഉണ്ടാകണം. ഇപ്പം രാഷ്ട്രമെന്നോ ഭാരതമെന്നുള്ള വാക്കുള്ള പ്രോജക്ട്സുകൾ അംഗീകരിക്കില്ലായിരുന്നു ICSR ഈ 2014 മുമ്പ് വരെ. അതിൻ്റെ പ്രോജക്ട്സിൽ റിസർച്ച് ടോപ്പിക് എഴുതിയാൽ അതിൽ ഭാരതമെന്നോ രാഷ്ട്രമെന്നോ ആ ദുസ്വാധീനം ഉള്ളവർ ഇപ്പോഴുണ്ട്, യൂണിവേഴ്സിറ്റികളും പ്രൊഫസർമാരും ഒക്കെ. ഇങ്ങനെ ബോധപൂർവ്വം, ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ 30കളുടെ മധ്യകാലം വരെ തുടർന്നു പോകുന്ന ആ ഒരു പ്രക്രിയ, ആ പ്രക്രിയയെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു വലിയ ഇൻ്റലക്ച്വൽ ജിനോസൈഡ്, നരഹത്യ നടത്തിയവർ. നരഹത്യ എന്ന് പറഞ്ഞാൽ കഴുത്തുവട്ടൽ എന്നുള്ള അർത്ഥത്തിലല്ല. KP ജയ്സ്വാൾ പഠിക്കപ്പെടാതായി. പൊളിറ്റിക്കൽ സയൻസിൽ KP ജയ്സ്വാൾ ഒരു പഠിക്കപ്പെടേണ്ട ഒരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനല്ല ഇപ്പോൾ.
ഇപ്പോൾ മീലാത്താപ്പുറൊക്കെയാണ് പ്രധാനപ്പെട്ടവരായിട്ട് ആ രംഗത്തേക്ക് വരുന്നു. എസ് ഗോപാലിനെ പോലുള്ള ആൾക്കാർ, ഇവരെയൊക്കെ പേറേണ്ട അവസ്ഥ വന്നു. ആ സ്വാധീനം വലിയൊരളവോളം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സംഘത്തിന്റെ നേതൃത്വത്തിലോ സംഘവിചാരത്തിന്റെ അടിസ്ഥാനത്തിലോ ഉണ്ടായിട്ടുള്ള വൈചാരിക പ്രസ്ഥാനങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും തലപ്പത്ത് സിസ്റ്റം, വ്യവസ്ഥകളെ, സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ കൂട്ടർ തന്നെയാണ് എന്നതാണ് അതിൻ്റെ പ്രധാനം. ഇപ്പോൾ അതിന് വലിയ മാറ്റം വരുന്നുണ്ട്. പക്ഷെ എന്നാലും അതാണ് ഒരു വലിയ, അതുകൊണ്ടാണ് ഇത്തിരി ദീർഘമായി ഞാൻ അതിനെ ഉപന്യസിച്ചത്. ഇപ്പോഴും തുടർന്നു പോരുന്നുള്ള അധികാര സ്ഥാനങ്ങളിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിപ്പെട്ടിട്ടില്ലെങ്കിലും ഈ വൈചാരിക രംഗത്തും അക്കാദമിക തലങ്ങളിലും ഒക്കെ അവരുടെ സ്വാധീനം വളരെ വലുതായിരുന്നു. ശരിക്കും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ധരിക്കുന്നു പൊളിറ്റിക്കലി ഇല്ലാതെ ആയതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ആശയം അവർ പല രൂപത്തിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. കോളേജുകളിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും ഒക്കെ അവർ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ആശയത്താൽ സ്വാധീനിക്കപ്പെടുന്ന വ്യക്തികൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അത് ഞാൻ പറഞ്ഞ പ്രയോഗം ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ JNUവിലേക്ക് സംവിധാനം നോക്കിയാൽ ഒരു പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റ് പ്രൊഫസർ ഉണ്ടെങ്കിൽ അയാളുടെ കൂടെ എണ്ണത്തിൽ കൂടുതൽ, അനുവദിക്കപ്പെട്ട എണ്ണത്തിൽ കൂടുതൽ റിസർച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും. അതൊരു പടയായി കൊണ്ട് നടക്കുകയാണ്. അവർക്കതിൽ ആത്മാർത്ഥതയുണ്ട്, അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അവരിത്രയും സമർപ്പിതരായി ഈ കുട്ടികളെ മുഴുവൻ ആ നിലയിലേക്ക് വളർത്തുകയും ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ആണല്ലോ, എല്ലാ മാസവും തെരഞ്ഞെടുപ്പാണല്ലോ. ഒരു സംസ്ഥാനത്തിൽ ഇല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്തിൽ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരം സ്ഥലങ്ങളിലേക്ക് ദേശീയതയ്ക്കെതിരായിട്ടുള്ള പ്രചാരം നടത്താൻ വേണ്ടി ഈ പ്രൊഫസർമാർ ഇവരെ കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്തിലൊക്കെ പലവട്ടം നമ്മൾ കണ്ടതാണ്. ഇതൊന്നും സാധാരണ നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ കൊണ്ടുപോയി പ്രത്യക്ഷ പരിശീലനം കൊടുക്കുക. ദേശീയ വിചാരത്തിനെതിരായിട്ടുള്ള പ്രചാരവേല എങ്ങനെ നടത്തണം, അതിനാവശ്യമായ കണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ കൊടുക്കുക. ഈ കുട്ടികളിൽപ്പെട്ട ഒരു പ്രൊഫസർ ആകാനുള്ള വഴിയും ഇവർ തന്നെ ചെയ്യും. അവരും ഇത് തന്നെ തുടരുകയാണ്. ഈ ശൃംഖല, ആ ഒരു സർക്കിൾ, വിഷലിപ്തമായ ഒരു മണ്ഡലം, അത് ഭേദിക്കപ്പെടണം. അത് ഒരർത്ഥത്തിൽ ഈ റിസർച്ചിനെടുക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിലൊക്കെയുള്ള നിയന്ത്രണം. 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ദേശീയ സർക്കാർ ആ മേഖലയിലൊക്കെ വലിയ പരിവർത്തനം വരുത്തി. പക്ഷേ അതിന് വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു പ്രൊഫസറാണെങ്കിൽ 8 കുട്ടികളും, അസോസിയേറ്റ് പ്രൊഫസറാണെങ്കിൽ 6, അസിസ്റ്റന്റ് പ്രൊഫസറാണെങ്കിൽ 4 മാത്രമേ പാടുള്ളൂ. മുമ്പ് അങ്ങനെയല്ല. അങ്ങനെയാണല്ലോ കൊച്ചുമക്കൾ വരെയുള്ള റിസർച്ച് സ്റ്റുഡൻസ്, കനയ്യ കുമാർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഡൽഹി JNUവിൽ ഇങ്ങനെ വാഴുകയായിരുന്നു. അവിടെ റിസർച്ചിനൊക്കെ ചേരുന്ന ആൾക്കാരെ കണ്ട അപ്പപ്പന്മാരോ അമ്മമാരോ ആണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ആൾക്കാരാണ്. അവർക്കൊരു പണി ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം അതിന് വലിയ മാറ്റം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പഞ്ചപരിവർത്തനം എന്ന് പറഞ്ഞ സംഘം ഒരു കാര്യം മുന്നോട്ട് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതായിരുന്നു. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി പഞ്ചപ്രാൺ എന്ന് പറഞ്ഞ 5 പ്രതിജ്ഞ എടുക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. അതൊരു സ്വദേശി അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിലായിരുന്നു. അത് നമുക്ക് എന്തുമാത്രം ഇത്തരം പ്രവർത്തനങ്ങളെ തടയ്ക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കും? തീർച്ചയായിട്ടും അതൊരു വലിയ പരിശ്രമമാണ്. നമ്മളെപ്പോഴും സംഘത്തിൻ്റെ ഒരു വിശേഷത, അല്ലെ സംഘ ആശയം ഉൾക്കൊള്ളുന്ന ആളുകളുടെ ഏറ്റവും പ്രത്യേകത, അവർ ഈ ഗോഗ്വാവിളികൾക്ക് നിൽക്കാറില്ല. വാടാ നമുക്കൊന്ന് പിടിച്ചു നോക്കാം എന്നുള്ള മട്ടിൽ ഈ ഗുസ്തി പിടുത്താണ് ഇവരുടെ പരിപാടി. നമ്മൾ ഈ സാധാരണ പണ്ട് മുതലേ പറയാറില്ലേ, ഡോൺസ് റെസിൽ വിത്ത് പിഗ്സ് എന്ന് പറയും. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. വേണ്ട എന്ന് പറയും. നമ്മൾ അതിന് പുറപ്പെടാറില്ല. ഇവരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങളിത്, നമുക്ക് ഈ ആശയത്തെ ഈ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കലാണ് സംഘത്തിൻ്റെ രീതി. പക്ഷെ ഇന്നത്തെ അത് പോരായ്മയെന്ന് പറയണോ അതോ നമ്മുടെ കരുത്തെന്ന് പറയണോ, അത് സമൂഹം വിലയിരുത്തേണ്ടതാണ്. ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുന്നതിലാണ്. ഇപ്പോൾ ഒരാളോട് അയാളുടെ ആശയം തെറ്റാണെന്ന് വാദിക്കാൻ വേണ്ടി അയാളെ പുലഭ്യം പറയുക, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള അയാളുടെ ബന്ധുക്കളെ മുഴുവൻ പുലഭ്യം പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. നേരെ മറിച്ച് ആ ആശയത്തെ ഒരു ശരിയായ ആശയം അവതരിപ്പിച്ചുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ രാഷ്ട്രവിരുദ്ധ ആശയത്തെ ചെറുതാക്കുക. സാധാരണ പറയാറില്ല, ഒരു വര വരച്ചാൽ ആ വരയെ തുടച്ചോ മുറിച്ചോ ചെറുതാക്കാതെ എങ്ങനെ ചെറുതാക്കാൻ പറ്റും? ഒറ്റ വഴിയുള്ളതിന് മുകളിൽ ഒരു വലിയ വര വരയ്ക്കുക. ഈ വലിയ വര വരയ്ക്കലാണ് ബഹുമാനപ്പെട്ട മോദിജി പഞ്ചസങ്കല്പം, 5 പ്രതിജ്ഞകൾ. ഇപ്പോൾ ഭാരതത്തെ ഏറ്റവും വലിയൊരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക 1, 2
നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും തുടരുന്ന അടിമത്തത്തിൻ്റെ അവസാന അംശത്തെ പോലും എടുത്തു മാറ്റി. റേസ് ദ ലാസ്റ്റ് ട്രേസസ് ഓഫ് സെർവിറ്റ്യൂഡ് ഫ്രം അവർ മൈൻഡ്. ഇപ്പോൾ ഈ കൊളനൈസേഷൻ്റെ അംശങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്, അതിനില്ലാതാക്കുക. മറ്റൊന്ന് ഏകത്വത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാർ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇങ്ങനെ 5 പ്രതിജ്ഞകൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി വയ്ക്കുമ്പോൾ അദ്ദേഹം ആർക്കെതിരായിട്ടും ഒന്നും പറഞ്ഞില്ല. ഇതേപോലെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് സംഘശതാബ്ദിയോടനുബന്ധിച്ച് പൂജനീയ മോഹൻജി വിജയദശമി ബൗദ്ധികയിലൂടെ പ്രഖ്യാപിക്കുകയും സംഘത്തിൻ്റെ അഖില ഭാരതീയ ബൈഠക്കിൽ അത് നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനമായിരിക്കണമെന്ന് നിശ്ചയിച്ചത്. പരിവർത്തനം. സാമൂഹ്യ പരിവർത്തനത്തിന് എന്താ വേണ്ടത്? സാമൂഹ്യ പരിവർത്തനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അടിത്തട്ട് മുതലേ തുടങ്ങണം. വ്യക്തിയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, ഇതിനെല്ലാം ആധാരമായിട്ടുള്ള സ്വത്വത്തിൽ വലിയ മാറ്റം ഉണ്ടാകണം. സ്വത്വബോധം ശരിയായ വിധത്തിൽ പുറത്തു വരണം. അതുകൊണ്ടാണ് പറഞ്ഞത് കുടുംബം ഭാരതത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയിലെ ഏറ്റവും അടിസ്ഥാന ഘടകം വ്യക്തി എന്നതിനേക്കാൾ കുടുംബമാണ് അടിസ്ഥാനം. ഇത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഭാരതീയ സൊസൈറ്റി. അത് കുടുംബമാണ്. ആ കുടുംബം ഹൈന്ദവ സംസ്കാരത്താൽ പരിപൂർണം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ദുസ്വാധീനം ബാധിക്കുന്നത് അല്ലെങ്കിൽ തെറ്റായ വിധത്തിൽ സ്വാധീനിക്കപ്പെടുന്നത് കുടുംബജീവിതത്തെയാണ്. പോസിറ്റീവായ വിധത്തിൽ നോക്കിയാൽ കുടുംബത്തിൽ ഹൈന്ദവതയെ നിലനിർത്താൻ പറ്റിയാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളക്ക് കൊളുത്തി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് നാമം ജപിക്കുക, ഹൈന്ദവമായ ഭാരതീയമായ വേഷം ധരിക്കാൻ തയ്യാറാവുക, വീട്ടിൻ്റെ ഉള്ളിലെങ്കിലും ഭാരതീയമായ മാതൃഭാഷ ഉപയോഗിക്കുക, കാഴ്ച കാണാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഭാരതീയ തീർത്ഥസ്ഥലങ്ങളിൽ പോവുക. ഇങ്ങനെയൊക്കെയുള്ള എത്ര സുന്ദരമായ, എത്ര ലളിതമായ, അതിലൂടെ ഇത് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. ഈ തർക്കവിതർക്കങ്ങളിലൂടെ നിങ്ങളുടെ കൾച്ചറൽ മാർക്സിസം തെറ്റാണ്, ഓപ്റ്റിസം തെറ്റാണ് എന്ന് വാദങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഇത് ശങ്കരാചാര്യരുടെയോ മണ്ഡനമിശ്രൻ്റെയോ കാലമല്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കാൻ മണ്ഡനമിശ്രന്മാരാകണം ഇവർ. അത് ഒരിക്കലും അല്ലല്ലോ. എല്ലാവരും ഞാൻ പിടിച്ചതിന് 300 കൊമ്പുണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ് ഇന്നുള്ളത്. ഇപ്പോൾ വയലാറിൻ്റെ കവിതയിൽ പ്രൊക്രൂസ്റ്റസിൻ്റെ കാര്യം പറയുന്നത് പോലെ ഒന്നല്ല എത്രയോ പ്രൊക്രൂസ്റ്റസുമാർ പുനർജനിക്കുകയാണ് ഇവിടെ. അത്തരം ആളുകളാണ് ഇന്ന് നിലനിൽക്കുന്നത്. അവരൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല അങ്ങനെയൊന്നും. അപ്പം അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷത്തെ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഹൈന്ദവ സംസ്കാരത്താൽ പരിപൂരിതമായ കുടുംബം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ സമൂഹം ജാതിയുടെ പേരിൽ ചേരിതിരിഞ്ഞ് തമ്മിൽ തെല്ലുകയാണെങ്കിൽ എന്ത് പരമവിഭവമാണ് കൊണ്ടുവരാൻ സാധിക്കുക? സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ മറ്റൊരു പ്രധാന ഘടകം സമൂഹം സമരസമാവുക എന്നുള്ളതാണ്. ഭാരതത്തിൽ ജാതി ചിന്ത ഉണ്ടായിരുന്നില്ല പ്രാരംഭഘട്ടത്തിൽ. ഇടക്കാലത്ത് അത് വന്നു ചേർന്നൊരു പിഴവാണ്. പ്രത്യേകിച്ച് അതിന് ആക്കം കൂട്ടി മുഗള ഭരണാധികാരവും ബ്രിട്ടീഷ് ഭരണാധികാരവും. നമ്മളെപ്പോഴും ബ്രിട്ടീഷ് ഭരണാധികാരത്തെ മാത്രമാണ് പലരും കുറ്റപ്പെടുത്തുക. കോളനിവൽക്കരണത്തിൻ്റെ ആദ്യ ചുവട് എന്ന് പറയുന്നത് മുഗളാക്രമണം തന്നെയാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ഈ ഹിന്ദു സമൂഹത്തിലെ ഒരു വിഭാഗത്തെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റാനുള്ള എല്ലാ ഏർപ്പാടുകളും അവർ ചെയ്തിരുന്നു. ഒരു ജാതി വിഭാഗത്തിൽപ്പെട്ടവരെ പ്രത്യേകമായി പരിഗണിച്ച് അവരുടെ സഭകളിൽ വിദഗ്ധന്മാരായി അപ്പോയിന്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്തിരുന്നു. അതിനെ കുറച്ചുകൂടി ശാസ്ത്രീയമായ വിധത്തിൽ സെൻസസിലൂടെ തന്നെ ജാതിയുടെ ഒരു വലിയ ഹൈറാർക്കി, ഒരു മുൻഗണനാക്രമം ഉണ്ടാക്കി. അതിൻ്റെ മുകളിൽ ഇന്ന ജാതി, അതിൻ്റെ താഴെയുള്ള ജാതിയുമായിട്ട് ഇത്ര അകലമാണ് അതിനുള്ളത്, പിന്നെയുള്ളത് ഇന്ന ജാതി, അങ്ങനെ പോകുന്ന അവസാനം എത്തുന്നവർ മനുഷ്യരാണോ എന്ന് പോലും സംശയമുള്ളവരാണെന്നുള്ള മട്ടിൽ. ഇതിനൊക്കെ കാരണമുണ്ട്, ഇതിൻ്റെ പിന്നിൽ കാരണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും കടുത്ത എതിർപ്പ് ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്നത് ഈ നഗരകേന്ദ്രിത വളരെ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയെന്ന് പറയുന്ന ആളുകളിൽ നിന്നല്ല. വനങ്ങളിൽ താമസിച്ച ആൾക്കാരാണ് ഹിന്ദുത്വ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വർഷങ്ങളോളം നീണ്ടുന്ന പോരാട്ടം നടത്തിയത്. അപ്പോൾ അവരെ ഒരു വലിയ ക്രിമിനൽ ജാതിയായിട്ട് അവരങ്ങ് പ്രഖ്യാപിക്കുകയും ചിലർക്ക് ശിക്ഷ എന്നുള്ള നിലയ്ക്ക് ജോലി തന്നെ കൊടുത്തു. അന്യൻ്റെ മലം കോരുക എന്നുള്ള ജോലി കൊടുത്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശുദ്ധിയുടെയും അശുദ്ധിയുടെയും ഒക്കെ വിഷയം ഉണ്ടാക്കി ജാതിയുടെ വലിയ വലിയ കമ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ സൃഷ്ടിച്ചു. അതിപ്പോഴും തുടരുകയാണ് സത്യത്തിൽ. ഇപ്പോൾ സെൻസസ് ആരംഭിക്കുന്ന സമയത്ത് ഹിന്ദുക്കളിൽ ഉണ്ടായിരുന്ന ജാതികളുടെ 100 ഇരട്ടിയോ മറ്റോ ഉണ്ട് ഇപ്പോൾ ജാതികൾ. അത് നിരന്തരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിക്കാൻ
ഒറ്റ വഴിയേ ഉള്ളൂ സാമൂഹ്യ സമരസത എന്ന ആശയം സമൂഹത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ സ്വന്തം മാതൃകയിലൂടെ സൃഷ്ടിക്കണം. അങ്ങനെ സ്വയംസേവരോടും സംഘകുടുംബാംഗങ്ങളോടും പൊതുവായി ഹിന്ദു സമൂഹത്തോടും അഭ്യർത്ഥിക്കുന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് സ്വദേശി ആചരണം. സമൂഹത്തിൽ സ്വദേശി ആചരണം കൊണ്ടുവരണം. അത് നേരത്തെ പറഞ്ഞ സ്വത്വത്തിൻ്റെ ആ ബോധത്തെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, അത് വളർന്നെങ്കിലേ ഭാരതം സാംസ്കാരികമായി മാത്രമല്ല സാമ്പത്തികമായും ശക്തി പ്രാപിക്കുള്ളൂ. അപ്പോൾ ഈ അമേരിക്കയുടെ സോക്കോൾഡ് വളരെ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരാൻ അവർ താരിഫൊക്കെ ചുമത്താൻ ശ്രമിച്ചപ്പോൾ പോലും ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ആടി ഒലയാതിരുന്നത് കൊറോണ സമയത്തായാലും പിന്നീടുള്ള ഇപ്പോഴത്തെ ഈ അമേരിക്കയുടെ രാഷ്ട്രപതിക്ക് ഓരോ ദിവസം രാത്രി ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നത്തിനനുസരിച്ച് പിറ്റേ ദിവസം പല പല പരിപാടികൾ പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിലാണ് ഭാരതത്തെക്കുറിച്ച് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. പക്ഷെ അപ്പോഴും ഭാരതം ഉറച്ചു നിന്നു, ഭാരതം മുന്നോട്ട് പോവുകയാണ്. ഈ യുദ്ധ സാഹചര്യത്തിൽ പോലും ശരിയാണ്, ഇതൊരു അക്ഷയപാത്രമൊന്നുമല്ല നമ്മുടെ എണ്ണശേഖരണമൊന്നും. പക്ഷേ ഇപ്പോഴും മറ്റു ലോകരാഷ്ട്രങ്ങളിൽ 100% ഉപയോഗിക്കുന്ന എണ്ണ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രങ്ങളിൽ പോലും ഉണ്ടാകുന്ന വിലവർദ്ധനവിനേക്കാൾ കുറവാണ് ഭാരതത്തിൽ ഇപ്പോഴും. യുദ്ധം വീണ്ടും തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നാളിതുവരെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? നമ്മുടെ അടിസ്ഥാന സമ്പദ് വ്യവസ്ഥ ശക്തമാണ്. അതുകൊണ്ടാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP എന്ന് പറയുന്നത്, നമ്മുടെ GDP എന്ന് പറയുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ശക്തിപ്പെടുന്നത്. അതിനൊക്കെ കാരണം ഈ സ്വത്വബോധം ഒരളവോളം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ വ്യാപകമാക്കുക, 100%ത്തിലേക്ക് എത്തിക്കുക, 100% ഭാരതീയരും അതനുസരിച്ച് ജീവിക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് മൂന്നാമത്. പിന്നെ പ്രകൃതി സംരക്ഷിതമല്ലെങ്കിൽ, ശ്വസിക്കാൻ വായു കിട്ടുന്നില്ലെങ്കിൽ, കുടിക്കാൻ ശുദ്ധജലം കിട്ടുന്നില്ലെങ്കിൽ എന്ത് വൈഭവം ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ചുമതലയും നമ്മുടെ ഓരോരുത്തരുടെയുമാണ് എന്ന് പറയും. അപ്പോൾ ഒരു ഉത്തരവാദിത്വം, അതാണ് അഞ്ചാമത്തത്. ഇതെല്ലാം വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ്. കുടുംബത്തെ മാറ്റേണ്ടത് കുടുംബത്തിൻ്റെ വ്യക്തിയൊന്നുമല്ല, കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. സമരസത കൊണ്ടുവരേണ്ടതും ഏതെങ്കിലും ജാതി നേതാവല്ല, സത്യത്തിൽ ഓരോ വ്യക്തിയാണ്. ഇതേപോലെ തന്നെയാണ് സ്വദേശി ആചരണം, അതേപോലെ തന്നെ പ്രകൃതി സംരക്ഷണം. അപ്പോൾ അവസാനം നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നു, അന്ധതോകത്വ എന്ന് വെച്ചാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഓരോ വ്യക്തിയും ഉത്തരവാദിത്ത ബോധമുള്ള പൗരനായി മാറും. ഭരണഘടനയെ മാനിക്കുന്ന, നിയമങ്ങളെ മാനിക്കുന്ന, ടാക്സ് കൃത്യമായി അടയ്ക്കുന്ന, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന, നോക്കാനോ ശ്രദ്ധിക്കാനോ ശിക്ഷിക്കാനോ പോലീസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല വൺ വേ വേണോ വേണ്ടോ എന്ന് നോക്കണ്ടത്, ഹെൽമെറ്റ് വെക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരാൽ നിറഞ്ഞ, ഇപ്പം ഇതിലൂടെ മാത്രമേ നേരത്തെ പറഞ്ഞ ഈ വലിയ അപകടം ഇല്ലാതാവുകയുള്ളൂ.